ഹലോ, വെൽക്കം ടു ബിനീഷ് വ്ളോഗ്സ്. ഇന്ന് നമുക്ക് ചുരിദാർ തയ്ക്കാൻ പഠിക്കാമേ. ഞാൻ കഴിഞ്ഞ ദിവസം വെട്ടിയ ചുരിദാറിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിരുന്നു ഇടുന്നത്. അതിനു മുമ്പ് ഞാനൊരു അബദ്ധം ഇന്നലെ പറ്റിയ കാര്യം ആദ്യം പറയാമേ. ഞാൻ വെട്ടി ഉടനെ തന്നെ വന്ന് നല്ല നീറ്റായിട്ട് ഞാൻ നിങ്ങളെ കാണിച്ച ആ ഡ്രസ്സ് തയ്ച്ചായിരുന്നേ. അതിൻ്റെ അടിയിൽ വേറൊരു റെഡ് കളർ ലൈനിങ് കൂടെ നമ്മൾ വെട്ടിയായിരുന്നല്ലോ. അതാ ഞാനിപ്പം നിങ്ങളെ തയ്ച്ച് കാണിക്കാൻ പോകുന്നത്. അതിന് മുമ്പ് ഫസ്റ്റ് മേളിൽ വെച്ചിരിക്കുന്ന ലൈനിങ് വെച്ചുള്ള തുണി വെട്ടി നല്ല നീറ്റായിട്ട് തയ്ച്ചിട്ട് ഞാൻ പോക്കറ്റൊക്കെ വെച്ച് പോക്കറ്റ് എങ്ങനെ വെക്കുന്നതെന്നൊക്കെ തനിയെ വീഡിയോ ഇടണമെന്നൊക്കെ വിചാരിച്ച് നല്ല നീറ്റായിട്ട് തയ്ച്ച് വന്നപ്പോൾ ലാസ്റ്റ് വന്ന പകുതി വീഡിയോ ഇല്ല. അത് എങ്ങനെ ഫോൺ സ്വിച്ച് ഓഫ് ആയി, അല്ല വീഡിയോ ഓഫായിപ്പോയി. അപ്പോൾ ആ ഡ്രസ്സാണ് ഞാൻ കാണിച്ചേക്കാമേ. ഇത് കണ്ടോ, ഇതായിരുന്നല്ലോ ഞാൻ ആ വെട്ടിയ ഡ്രസ്സ്. അത് ഞാൻ നിങ്ങളെ വെട്ടിയിട്ട് അത് കാണിച്ചില്ല, കബളിപ്പിച്ച പോലെ ആവുമല്ലോ, അത് കാരണം ഇത് കാണിക്കുന്നത്. നെക്കൊക്കെ കണ്ടോ, നല്ല നീറ്റായിട്ട് പടം വരച്ച പോലെ ഇരിക്കുന്നത്, നീറ്റായിട്ട്. ബാക്ക് നെക്ക് കണ്ടോ, കയ്യ്, ഇതിൻ്റെ പോക്കറ്റ് കണ്ടോ, പോക്കറ്റ് വെച്ചിട്ടുണ്ടെന്ന് അറിയുമോ? ഇത് കണ്ട ഈ ഡ്രസ്സ് കണ്ട, ഇതിൻ്റെ എവിടെ പോക്കറ്റ് വെച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. പോക്കറ്റ് വെച്ചിട്ടുണ്ട്, ഇതാ. എനിക്ക് തന്നെ സംശയമാണ്. അതുപോലെ നീറ്റായിട്ട് ഇതാ പോക്കറ്റ്. ഇങ്ങനെ പോക്കറ്റ് എങ്ങനെ തയ്ക്കുക എന്നൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഇന്നലെ ഞാൻ എടുത്തത്. അവസാനം വീഡിയോ ഇല്ലാതെ പോയി. കണ്ടോ, പോക്കറ്റ് കണ്ടോ. ഞാൻ ഇതിനകത്ത് പോക്കറ്റ് തനിയെ ഞാൻ ഇടാം. ഇപ്പം പോക്കറ്റ് വെച്ചിട്ട് പോക്കറ്റ് തനിയെ വീഡിയോ ഇടാം. ഇപ്പം ഇതിൻ്റെ കൂടെ ആകുമ്പോൾ അത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. പോക്കറ്റൊക്കെ നല്ലതായിട്ട് ഒരു പ്രാവശ്യം നന്നായിട്ട് കണ്ടാൽ പോക്കറ്റ് വെക്കാൻ ഈസി ആയിട്ട് പഠിക്കുക. ഇത് ഒരു ഈസി മെത്തേഡ് പോക്കറ്റ് വെക്കുന്നതാണ് ഇപ്പം ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചേക്കുന്നത്. ഇതെങ്ങനെയാണ് ഇങ്ങനെ വെക്കുന്നതെന്ന് നമുക്ക് ഈസി ആയിട്ട് കാണിക്കാം. അതാ ഇങ്ങനെ അയൺ ചെയ്ത ഡ്രസ്സല്ല, ഇത് തയ്ച്ച് അങ്ങനെ വെച്ചേക്കുന്ന ഡ്രസ്സാണ്. കണ്ടോ, കാണുന്നുണ്ടോ? ഇങ്ങനെ നീറ്റായിട്ട് പോക്കറ്റ് വെക്കാൻ പഠിക്കാം നമുക്ക്. അത് ഞാൻ പോക്കറ്റ് തനി വീഡിയോ ഇടാം. ഇപ്പം നമുക്ക് സ്റ്റിച്ചിങ് വീഡിയോ കാണാം. അതിൽ തന്നെ പോക്കറ്റ് വെക്കുന്നത് അടുത്തായിട്ട് വീഡിയോ ഇടാം. ഇപ്പം നമുക്ക് അതിൻ്റെ കൂടെ ഞാൻ വെട്ടിയ വേറൊരു റെഡ് കളർ ഡ്രസ്സ് ഉണ്ടായിരുന്നു, അതിപ്പോൾ തയ്ക്കാം. സോറി, ഒരാൾ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു നെക്ക് വെട്ടുന്നത് കണ്ടില്ലെന്ന്. നെക്ക് വെട്ടുന്നത് തനിയെ കാണിക്കാമേ. ഒരു വീഡിയോയിൽ എല്ലാം കൂടി ഉൾപ്പെടുത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ലാതെ തനിയെ ഇടാം. നെക്ക് വെട്ടുന്നത് എങ്ങനെയാണെന്നും അത് ഇങ്ങനെ വെട്ടിയാൽ എന്തൊക്കെ കുഴപ്പങ്ങളാണ്, ഇങ്ങനെ വെട്ടിയാൽ എങ്ങനെ, എല്ലാം വൃത്തിയായിട്ട് കാണിച്ചു തരാം. ഇപ്പം ഇത് നമുക്ക് തയ്ക്കുന്നത് കാണാം. ഇപ്പം നമുക്ക് തയ്ക്കാൻ തുടങ്ങാമേ. ഞാൻ ജോയിൻ ചെയ്യാനായിട്ട് നമ്മൾ ഈ തുണി എടുക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ഇന്നലെ കട്ടിങ് കാണിക്കാത്ത ഒരു കാര്യമായത്, ഇതിൽ ഒരു പീസ്, രണ്ടിലേതെങ്കിലും ഒരു പീസ് എടുത്തിട്ട് ഇവിടുന്ന് ഇതാ ഈ കുഴിയുടെ ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു 1/2 to 1/4 ഇഞ്ച് വരെ ഇങ്ങനെ വെട്ടി ഇതാ ഇങ്ങനെ മേളിലോട്ട് ഏകദേശം ഇങ്ങനെ മേളി വരെ വരണം. കട്ട് ചെയ്ത് കളയണം. കട്ട് ചെയ്യുമ്പോഴാണ് ഇത് ഫ്രണ്ട് പീസ് ആകുന്നത്. എന്നിട്ട് ഇവിടെ നോച്ച് കൊടുത്തിട്ട് ഫ്രണ്ട് ആണെന്ന് മനസ്സിലാകാൻ വേണ്ടിയേ. എന്നിട്ട് നമുക്കിപ്പോൾ ഇവിടെ അടി മടക്കി തയ്ക്കാം. ഈ ലൈനിങ് ജോയിൻ ചെയ്യുന്നതൊക്കെ ഞാൻ അങ്ങ് ഓടിച്ചു വിടത്തേ ഉള്ളേ, ശരിക്കും കാണിക്കത്തില്ല. അത് ലൈനിങ് ജോയിൻ ചെയ്യുന്നത് കാണണം, പഠിക്കണം എന്നുള്ളവരും ഉണ്ടെങ്കിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി. എടുത്തിട്ട് നമ്മൾ ഈ ലൈനുള്ള വശം നല്ല വശമായിട്ട് വെച്ചുകൊണ്ട് വേണം അടിക്കാൻ. ഇതാണ് തിരിച്ച് വേണം അടിക്കാൻ. ഇപ്പം നമ്മൾ ഫ്രണ്ട് പീസ് എടുക്കുവാണേ. ഫ്രണ്ട് പീസ് എടുക്കുമ്പം ഫ്രണ്ടിൻ്റെ നെക്കിന് ഇതുപോലെ ഡിസൈൻ ഉണ്ട്. അപ്പോൾ ഈ ഡിസൈൻ കറക്റ്റ് നമുക്ക് സെൻറ്ററിൽ വരണം. അതുപോലെ വേണം വെക്കാൻ. കട്ട് ചെയ്യുമ്പോൾ തന്നെ ആ കറക്റ്റ് സെൻറ്ററിൽ നോക്കി ഞാൻ ഒരു നോച്ചിട്ട് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇവിടെ തന്നെ വേണം ലൈനിങ്ങിൻ്റെ സെൻറ്റർ വെക്കാൻ. വെച്ചിട്ട് ലൈനിങ് ഫ്രണ്ട് പീസ് നോക്കിയെടുക്കണേ. കറക്റ്റ് ഫ്രണ്ടൊക്കെ വെട്ടിയിട്ട് നോച്ചിട്ട് വെക്കണം. ഇല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷനാകും, ചിലപ്പോൾ മാറി വെക്കും. കാരണം ഈ നോച്ചുകളൊക്കെ നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഈ നോച്ചുകളൊക്കെ ഇടുന്നത്. കറക്റ്റ് ഇതിൻ്റെ സെൻറ്റർ കണ്ടോ, ഇതിന് കറക്റ്റ് ഈ സെൻറ്ററിൽ കൊണ്ടുപോയി ഇങ്ങനെ വെച്ചുകൊണ്ട് വേണം, ഒട്ടും മാറരുത്. ആ സെൻറ്റർ വന്നെങ്കിലേ നമ്മുടെ അറ്റൻഷൻ നിർത്താവും. അതുവരെ കറക്റ്റ് അതിൽ തന്നെ ആയിരിക്കണം മൈൻഡ്. ഇല്ലെങ്കിൽ അത് മാറിപ്പോവും, എങ്ങനെയായാലും മാറിപ്പോവും. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, നെക്ക് തെക്കോട്ടും വടക്കോട്ടും ഒക്കെ തിരിഞ്ഞിരിക്കും. ഒരു ഡ്രസ്സിൻ്റെ കഴുത്ത് കറക്റ്റ് അല്ല, ഇപ്പോൾ അല്ലെങ്കിൽ ആ ഡ്രസ്സ് എന്ത് വൃത്തികേടായിരിക്കും. അതേപോലെ ഇങ്ങോട്ട് വരുമ്പോഴും സെൻറ്റർ ഒന്ന് നമ്മൾ നോക്കിക്കോണം. താഴോട്ട് വരുമ്പോഴും ഇവിടെ ആം ഹോളിൻ്റെ അവിടോട്ട് തയ്യൽ വരുമ്പോൾ നമ്മൾ ഈ സെൻറ്റർ ഒന്ന് കറക്റ്റ് ചെയ്തോണം. ഒരു പ്രാവശ്യത്തിന് 2 പ്രാവശ്യം നോക്കിയാലും തെറ്റില്ല. തയ്ക്കുമ്പോൾ സൂക്ഷിച്ച് തയ്ക്കണം.
തയ്ക്കുമ്പോൾ ഞാനിങ്ങനെ തിരിച്ചിടുവേ. തിരിച്ചിട്ടിട്ട് ഇതിൻ്റെ പുറത്തൂടെ ഞാൻ തയ്ക്കുന്നത്. എനിക്ക് നമുക്ക് ഇങ്ങനെ കൈ ടച്ച് ആകുമ്പോൾ തന്നെ അറിയാം എവിടെയാണ് ലൈനിങ്. ഇതാ ഇപ്പം അല്ലെങ്കിൽ ഇങ്ങനെ നോക്കിയാൽ മതി. ഇപ്പം നമുക്ക് നെക്ക് തയ്ക്കാമേ. നെക്ക് തയ്ക്കാൻ ഞാൻ ഇതുപോലെ 2 സ്ക്വയർ ബിറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ വെട്ടി വെച്ചിരിക്കുന്ന കഴുത്ത് ഇതിൻ്റെ പശയുള്ള സൈഡ് ഒട്ടിക്കാതെ എങ്ങനെ തയ്ക്കാമെന്നാണ് കാണിക്കുന്നത്. പശയുള്ള സൈഡ് എടുത്തിട്ട് വന്ന് കറക്റ്റായിട്ട് സെൻറ്റർ, ഇതിൻ്റെ ഈ സെൻറ്ററും ഈ നോച്ചിട്ടിരിക്കുന്ന സെൻറ്ററും കൂടെ കറക്റ്റായിട്ട് ഇങ്ങോട്ട് വെച്ച് ഒരടി. ഇവിടെ കറണ്ടില്ല, UPSലാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് അയൺ ബോക്സ് ഓൺ ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പരിപാടി ചെയ്യുന്നത്. എന്നിട്ട് കറക്റ്റ് ഇവിടെയും അതിൻ്റെ സെൻറ്റർ കറക്റ്റ് ഈ ഫോൾഡ് ഉണ്ട് ഇവിടെ, കറക്റ്റ് സെൻറ്ററിൽ ഇത് വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ കറക്റ്റായിരിക്കണം, പക്ഷേ മാറിപ്പോകരുത്. ഇട്ട് ഒരു അരയിഞ്ചിട്ട് തുണിയിട്ട് അങ്ങ് വെട്ടിയെടുക്കുക കറക്റ്റായിട്ട് അതേ ഷേപ്പിൽ വെട്ടിയെടുത്ത് ഇതെല്ലാം അങ്ങ് മടിച്ചിട തയ്ക്കാമേ. മടക്കി തയ്ക്കാമേ. ഇത് കഴിഞ്ഞു. ഇത് അതുപോലെ ഇതും തയ്ച്ചെടുക്കാം. നമ്മളിപ്പോൾ 2 പീസും തയ്ച്ചെടുത്ത് കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് എടുത്ത് ഫ്രണ്ടിലോട്ട് ഇതങ്ങ് ജോയിൻ ചെയ്യാം. ഫ്രണ്ട് പീസ് ആദ്യം ജോയിൻ ചെയ്യാം. ഫ്രണ്ട് പീസ് ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ ഇതിൻ്റെ സെൻറ്ററിൽ നമ്മൾ ഒരു മാർക്ക് കൊടുത്തേക്കണം. ഉണ്ടോ? ഇങ്ങനൊരു മാർക്ക് കൊടുത്തിട്ട് വേണം ഇതിൽ അറ്റാച്ച് ചെയ്യാനേ, ഇല്ലെങ്കിൽ അത് ചരിഞ്ഞു പോകും. ഇത് കറക്റ്റ് ഇതിൻ്റെ സെൻറ്ററിൽ കറക്റ്റ് ഇങ്ങനെ വെച്ചുകൊണ്ട് ഇവിടുന്ന് കണ്ടോ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ, കറക്റ്റ് ഇവിടെ കണ്ടോ ലൈനുണ്ട്, ഇവിടെ ചോക്കിൻ്റെ ലൈനുണ്ട്. ശരിക്കും കാണുന്നുണ്ടോ? മിഷ്യൻ്റെ മറവ് കൊണ്ട് ചിലപ്പോൾ അവിടെ കാണാൻ പറ്റുമോയെന്ന് അറിയത്തില്ല. എന്നിട്ട് നമ്മൾ ഈ ലാസ്റ്റിക്കോട് കുത്തി ഇറക്കി അവിടെ നിർത്തണം. നിർത്തിയിട്ട് തുണിയെ ഇങ്ങനെ ഫുള്ള് തിരിക്കണം. തിരിച്ചിട്ട് കറക്റ്റായിട്ട് പിടിച്ചുകൊണ്ട് ഇതാ ഇവിടെയും കൊണ്ടുവന്ന് ഈ മൂലയ്ക്ക് നിർത്തണം. ഇങ്ങനെയുള്ള നെക്കുകളൊക്കെ തയ്ക്കുമ്പോൾ ഇങ്ങനെ നിർത്തി വേണം തയ്ക്കാനേ. എന്നിട്ട് ഇതാ ഇവിടെയും കൊണ്ടുവന്ന് ഇങ്ങനെ ഇറക്കുക. പിന്നെ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം. എന്നിട്ട് ഒരു ഇഞ്ച് കൂടി ഇങ്ങനെ തയ്ച്ച് പോരണേ. ആ തയ്യൽ മാറ്റതിൻ്റെ പുറത്തൊരു ഓവർ സ്റ്റിച്ച് വരുന്ന പോലെ ഒറ്റ നമ്മുടെ നോച്ചിട്ടിരുന്നിടത്ത് തന്നെയാണ് ഇവിടെയും തയ്യൽ വന്നിരുന്നത്, മാറിപ്പോകരുത്. ഇപ്പം നമ്മൾ ഇതങ്ങ് വെട്ടിയെടുക്കാം. 1/4 ഇഞ്ച് തുണി ഇട്ട് വേണം വെട്ടാനേ. 1/4 ഇഞ്ച് തുണിയിട്ട് കറക്റ്റായിട്ട് ഇപ്പോൾ ഇത് വെട്ടിയെടുത്തു. എന്നിട്ട് ഈ കോർണർ ഇതുണ്ടോ, ഇവിടെ നമ്മുടെ ഈ തയ്ച്ച കോർണർ ഇങ്ങനെ നന്നായിട്ട് മുറിച്ച് വിടണം. നീറ്റായിട്ട് വരണമെങ്കിൽ നമ്മുടെ ആ തയ്യൽ വരെയും നമ്മൾ കട്ട് ചെയ്തെങ്കിലേ അത് നീറ്റായിട്ട് വരത്തുള്ളൂ. സിസർ നല്ല സിസർ വേണം ഇതിനൊക്കെ. ഇതാ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് വിടണം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തുള്ള നെക്കിനൊക്കെ ഒന്നും ഇടയ്ക്ക് കട്ടുന്നതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് സ്ട്രെയിറ്റ് അല്ലേ, അപ്പോൾ ഇങ്ങനെ പോന്നോളും. ഈ റൗണ്ട് നെക്ക് നെക്കൊക്കെ വരുമ്പോഴാണ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കട്ട് വേണ്ടി വരിക. എന്നിട്ട് നമുക്കിതങ്ങ് മടക്കി തയ്ക്കാം. മടക്കി തയ്ക്കുന്നതിന് മുമ്പ് ഇത് എല്ലാം കൂടി ഇങ്ങനെ കറക്റ്റ് മടക്കി വെച്ചൊരു അയൺ ചെയ്താൽ നീറ്റായിരിക്കും. ഇപ്പോൾ അയൺ ബോക്സ് ഇല്ല, അയൺ ബോക്സ് ഓൺ ചെയ്യാൻ പറ്റത്തില്ല.
അതേപോലെ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ നല്ലതായിട്ട് കൈ കൊണ്ട് ഇതങ്ങ് തേച്ച് വിടും. ഇങ്ങനെയുള്ള നെക്കൊക്കെ തയ്ക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ച് തയ്ക്കണം. കറക്റ്റ് ഈ ഫ്രണ്ടിൽ വരുന്ന ഈ പാച്ച് വർക്കൊക്കെ കറക്റ്റ് സെൻറ്ററിൽ തന്നെ വരണം. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകല്ല. കണ്ടേ, ഇവിടെ രണ്ടും ഇപ്പോൾ ഒരേ അകലത്തിൽ നീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ പുറത്ത് ഞാൻ ഇനി 2 തയ്യലും കൂടെ കൊടുക്കുവാണേ. അപ്പോൾ എക്സ്ട്രാ 2 തയ്യലും കൂടെ കൊടുത്ത് നല്ല നീറ്റാക്കി തയ്ച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ബാക്ക് പീസും അതേപോലെ സെൻറ്ററിൽ വെച്ച് കറക്റ്റായിട്ട് ജോയിൻ ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ സെൻറ്റർ അങ്ങ് വെട്ടിയെടുക്കണം. അതേപോലെ കാലിന് തുണിയിട്ട് വെട്ടണം. ഇതിന് നമുക്കിപ്പോൾ ഇവിടെ എല്ലാം ഇടയ്ക്കിടയ്ക്ക് ഓരോ കട്ടിട്ട് കൊടുക്കണം. ജോയിൻ ചെയ്യുന്നത് ശ്രദ്ധിച്ചോ. ഇപ്പം ഈ ബാക്കിൻ്റെ തയ്യൽ മേളി വെച്ച് തയ്ച്ചിങ്ങനെ കട്ട് ചെയ്ത് വെച്ചേക്കുമല്ലേ, അതിൻ്റെ പുറത്തോട്ട് ഇതിൻ്റെ നല്ല വശം നമ്മൾ ഫിനിഷ് ചെയ്ത് വെച്ചേക്കുന്ന ഫ്രണ്ട് നെക്കിൻ്റെ നല്ല വശം എടുത്ത് കറക്റ്റ് ഇങ്ങനെ അങ്ങ് വെക്കണം. ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ പുറത്തൂടെ ഒരടി. അത് കഴിഞ്ഞിട്ട് ഈ വിരിഞ്ഞിരിക്കുന്ന നെക്കിൻ്റെ പീസ് ക്യാൻവാസ് ഉണ്ടല്ലോ, അത് ഇങ്ങോട്ട് ഇതിൻ്റെ പുറത്തോട്ട് വീണ്ടും എടുത്ത് വെച്ച് വീണ്ടും ഒരു തയ്യൽ കഴിഞ്ഞു. അതേപോലെ ഈ സൈഡും. അപ്പോൾ നമുക്ക് ഇതിനെ തിരിച്ചിടാം. ഈ ഫ്രണ്ട് സൈഡ് മേളി വരുന്നത് അതിനെ എടുത്ത് നമ്മളിങ്ങനെ അങ്ങോട്ട് തിരിച്ചിട്ടിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് വലിച്ചാൽ നെക്ക് റെഡി. ഇത് കണ്ടോ, ഇതിൻ്റെ അകം ഇങ്ങനെ ഇരിക്കും. നീറ്റ് ഫിനിഷിങ്ങിൽ ഇങ്ങനെ ഇരിക്കും. ഇപ്പം നമുക്ക് ഇതിൻ്റെ മേളിൽ ഒരു ഔട്ട്ലൈൻ തയ്യൽ കൊടുക്കാം, പതിച്ച് തയ്യൽ കൊടുക്കാം, ടോപ്പ് സ്റ്റിച്ച്. ഇപ്പം ഈ ഷോൾഡറിൻ്റെ ഈ അറ്റത്തുനിന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ വന്ന് ഈ നെക്കിൻ്റെ എൻഡ്, ബാക്ക് നെക്കിൻ്റെ കോർണർ എൻഡിൽ വന്ന് ഇങ്ങനെ കുത്തി നിർത്തണം. ഇതിൻ്റെ നെക്കിൻ്റെ കോർണറിൽ കൂടി ഇതിങ്ങനെ തയ്ച്ച് പോരണം. ഷോൾഡറിൻ്റെ അവിടെ വരുമ്പോൾ ഷോൾഡറെ കൂടെ തയ്ച്ച് ഇങ്ങനെ ഇറക്കണം. അതായത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ വന്ന് ഇതുവഴി കണ്ടോ, ഇതുവഴി വന്ന് ഇങ്ങനെ വന്ന് ഇവിടെ വന്ന് ഇതുവഴി ഇങ്ങോട്ട് ഇറങ്ങി വരണം. ഇതാണ് ആ തയ്യൽ. അപ്പോൾ ഇതെടുത്ത് മാറ്റി വെച്ചിട്ട് നമുക്ക് കൈ ലൈനിങ് ജോയിൻ ചെയ്യാം. കൈക്ക് നമുക്ക് ലൈനിങ് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല തുണി തികയത്തില്ലായിരുന്നു. കണ്ടോ, 2 സൈഡിലും തുണി തികയത്തില്ല. അപ്പോൾ നമുക്ക് ഇതിന് ജോയിൻറ്റ് കൊടുക്കണം. തുണി തികയാത്തതിന് എക്സ്ട്രാ പീസ് അറ്റാച്ച് ചെയ്തേക്കുന്നത് ഇങ്ങനെ ഇരിക്കും, ഒട്ടും അറിയത്തില്ല. ഇത് നമ്മൾ ഈ തുണിയെ ലൈനിങ് വെക്കുന്നതിന് മുമ്പ് ഈ തുണിയെ തന്നെയാണെങ്കിൽ ചിലപ്പോൾ കീറിപ്പോവും. അതിനാണ് നമ്മൾ ലൈനിങ് വെച്ചിട്ട് ഇത് രണ്ടും ചേർത്തിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. കണ്ടോ, 2 കൈക്കും പീസ് അറ്റാച്ച് ചെയ്ത് വെച്ചേക്കുക. കാണുന്നുണ്ടോ, ഒരു വൃത്തികേടുമില്ല, നീറ്റായിട്ട് വന്നു. ഇത് കീറിയും പോകത്തില്ല. നമ്മൾ ലൈനിങ്ങിലും കൂടെ ചേർത്ത് വെച്ചേക്കുന്നതുകൊണ്ട് ഇത് കീറിയും പോകത്തില്ല. ഇപ്പം നമുക്ക് കൈ വെക്കാമേ. ഇവിടെ ചെറിയ വളവോ ഒക്കെ ഉണ്ട്, അതൊക്കെ കറക്റ്റ് ചെയ്യണേ. കറക്റ്റ് ചെയ്തിട്ട് ഫ്രണ്ട് നോക്കണം. ഓൾറെഡി ഇത് കുടഞ്ഞ് വെട്ടി വെച്ചേക്കുന്ന ഇതിൻ്റെ ഫ്രണ്ട് നോക്കണം. ഫ്രണ്ട് നമ്മൾ നോച്ചിട്ട് വെച്ചിട്ടുണ്ട്, കാണുന്നുണ്ടോ? ഇതാ ഇവിടെ ഒരു കട്ടുണ്ട്, ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ സെൻറ്ററാണ്, നമ്മുടെ ഷോൾഡറിൻ്റെ സെൻറ്ററാണ്. ഇതെല്ലാം കറക്റ്റായി വരണം. ഇതാ ഈ ഷോൾഡറിൻ്റെ സെൻറ്ററിൽ ഈ കൈയുടെ സെൻറ്റർ കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മളിപ്പോൾ ഇതിങ്ങോട്ട് പിടിച്ച് നോക്കണം എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ എന്ന്. ഒരു ചേഞ്ചും ഇല്ല, കറക്റ്റായിട്ടുണ്ട്. കണ്ടോ,
ഇതിങ്ങനെ ഇപ്പം അങ്ങ് തയ്ക്കുക. നമ്മൾ കറക്റ്റ് അളവെടുത്ത് ആംഹോൾ വെട്ടിയാൽ ഇതാണ്. നമുക്കൊന്നും ചേരാതോ അവിടെ വെട്ടിക്കളഞ്ഞ് ഇവിടെ വെട്ടിക്കളഞ്ഞ് ചിലർ തുണി തയ്ക്കുന്നത് കാണത്തില്ലേ, അവിടുന്ന് കുറേ വെട്ടി ഇവിടുന്ന് കുറേ വെട്ടി. ഒരളവ് ബ്ലൗസ് ഒരു 10 പ്രാവശ്യം കയ്യിലെടുത്ത് ഒരു പ്രാവശ്യം നമ്മളൊരു തുണി വെട്ടിക്കഴിഞ്ഞാൽ ആ അളവ് ബ്ലൗസിൻ്റെ ആവശ്യം പിന്നീട് ലാസ്റ്റിൽ നമുക്ക് എല്ലാം അടിച്ചു കഴിയുമ്പോൾ ഹിപ്പിൻ്റെ മെഷർമെൻറ്റ് കറക്റ്റാണോ കറക്റ്റായോ എന്ന് നോക്കാൻ മാത്രമാണ്. അതും ഇതും വ്യത്യാസമുണ്ടോ എന്ന് നോക്കാൻ ഒന്ന് അളന്ന് നോക്കാൻ മാത്രമാണ് തയ്ച്ച് കഴിഞ്ഞ ശേഷം, ഫിനിഷായ ശേഷം. അതുവരെ നമുക്ക് പിന്നെ അളവ് തുണിയുടെ ആവശ്യമേ ഇല്ല. എല്ലാ മാർക്കും നമ്മുടെ ഇത് തുണിയിലുണ്ടാകണം. കസമുസാന്ന് അതെടുത്ത് ഇതെടുത്ത് സമയം കളയരുത്. വെച്ച ഉടനെ ടക്ക് 1/2 മണിക്കൂർ കൊണ്ട് തയ്ച്ച് കഴിയണം. ഇത് തയ്ക്കാൻ ഇത് കോട്ടനും കൂടെ ആയതുകൊണ്ട് കൂടി വന്നാൽ എനിക്കൊരു 40 മിനിറ്റ് എടുത്തിട്ടുണ്ടാവുള്ളൂ. ഇത് ഫ്രണ്ട്, ഇതും ഫ്രണ്ട് പീസ് കൈയുടെ കറക്റ്റ് സെൻറ്റർ ഷോൾഡറിൽ കൊണ്ടുവന്ന് മുട്ടിച്ച് വെക്കുക. അപ്പോൾ ഉടനെ അവിടെ അളന്ന് നോക്കണം കറക്റ്റാണോ എന്ന്. ഇതാ കറക്റ്റാണ്. അതേ അങ്ങനെ വെച്ചങ്ങ് തയ്ക്കുക. ആംഹോളൊന്നും ഈ തുണിയൊന്നും വലിക്കരുത്. വലിച്ച് തയ്ച്ചാൽ തുണി ഇടാൻ കൊള്ളത്തില്ല. പിന്നെ കൈയൊക്കെ തിരിഞ്ഞിരിക്കും. കൈ ഇടുമ്പോൾ ഒരു സുഖം ഉണ്ടാകത്തില്ല. നമ്മൾ ഇത് 2 പീസും കൂടെ ജോയിൻ ചെയ്യുക. ആദ്യം കൈ പീസ് ഇങ്ങനെ എടുത്ത് മടക്കിയിട്ട് ഇത് നമുക്കിതിൻ്റെ അളവ് നോക്കണം. അളവ് ബാക്ക് സൈഡ് മിക്കവാറും എല്ലാ ഇതിലും ഞാൻ വെച്ചിട്ടുണ്ടാവും. കണ്ടോ ഇവിടെ. അത് വെച്ച് ഫ്രണ്ടിൽ ഒരു മാർക്ക്. ഇവിടെ വരുമ്പം ഇവിടെ നമ്മുടെ ആം ഹോളിൻ്റെ കട്ട് ഇട്ടിട്ടുണ്ട് ഞാൻ നല്ല പീസിൽ. അത് മുകളിലോട്ട് വെച്ച് അതുവഴി ഇങ്ങോട്ട് ലൈനുണ്ട്. ആ ലൈനിൽ കൂടെ തയ്ച്ചിങ്ങ് പോരുക. തയ്ച്ച് ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ സ്ലിറ്റിൻ്റെ കട്ടും ഇവിടെ ഒരു ഇൻറ്റു മാർക്ക് ഞാൻ കൊടുത്തു വെച്ചിട്ടുണ്ട്. അവിടെ കൊണ്ട് നിർത്തണം. നിർത്തിയിട്ട് ഇത് ആ സൂചി കുത്തി അവിടെ ഇറക്കിയിട്ട് ഈ തുണിയെ തിരിക്കണം. തിരിച്ചിട്ട് വീണ്ടും അവിടുന്ന് അതിൻ്റെ പുറത്തൂടെ തന്നെ തയ്ച്ച് വരണം. 2-3 തയ്യലൊക്കെ ആവശ്യമുള്ളവർക്ക് ഇട്ട് കൊടുത്താൽ മതി. അല്ലാതെ ഇതിൻ്റെ പുറത്തൂടെ തന്നെ തയ്ക്കുന്നതാണ് ഭംഗി. ഡ്രസ്സ് ഇടുമ്പോൾ കാണാൻ ഭംഗി. നിറയെ തയ്യലുണ്ടെങ്കിൽ ഒരു ചുരുക്കം ഉണ്ടാവും. ആണുങ്ങളുടെ ഷർട്ടൊക്കെ കണ്ടിട്ടില്ലേ, അതിനകത്ത് വേറെ തയ്യലുകളൊന്നും ഉണ്ടാകത്തില്ല. ആ ഉള്ള ഒരു തയ്യൽ ഡബിൾ സ്റ്റിച്ച് കൊടുക്കത്തുള്ളൂ. അത് എന്തിനാന്ന് ചോദിച്ചാൽ അത് അയൺ ചെയ്ത് വരുമ്പോൾ അങ്ങനെ നീറ്റായിട്ട് വരഞ്ഞ പോലെ നിൽക്കണം. അതിന് വേണ്ടിയാണ് പെണ്ണുങ്ങൾ ഒരു 10 തയ്യലൊക്കെ ഇട്ട് തയ്ക്കുന്നത്. നമ്മൾ ഇത്ര തുണി ഇവിടെ ഇട്ടിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ രണ്ടാമത് ഇവിടെ ഒരു തയ്യൽ ഇട്ടുകൊണ്ട് നമ്മൾ ഇത് വിടണം. അപ്പോഴാണ് ആ ഡ്രസ്സ് ഇടാൻ നീറ്റായിട്ടുള്ളത്. നമ്മൾ റെഡിമെയ്ഡ് ഡ്രസ്സ് എടുക്കുന്നതിനകത്ത് ഒരുപാട് ലൈൻ ഇല്ലല്ലോ, എന്നിട്ട് നമ്മളത് വാങ്ങിക്കുന്നില്ലേ. അതുപോലെ ഇവിടെ തയ്ക്കണം. അതിന് മുമ്പ് ഞാനിവിടെ പോക്കറ്റ് വെക്കുമേ. പോക്കറ്റിൻ്റെ വീഡിയോ ഞാൻ തനിയെ നെക്സ്റ്റ് ഡേ ഇടാമേ. ഇതിനകത്ത് ഒന്നിച്ച് കാണിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകത്തില്ല. പോക്കറ്റ് തനിയെ പഠിച്ചെങ്കിലേ മനസ്സിലാവുകയുള്ളൂ. അത് ഈസിയാണ് പോക്കറ്റ് വെക്കാൻ. ഇവിടെ നമ്മൾ കൈക്കുള്ള മാർക്ക് കൊടുക്കുക. അത് കൈ തയ്ക്കാനുള്ള മാർക്ക് കൊടുത്തിട്ട് നമുക്ക് ഇപ്പോൾ ഇവിടെ തയ്ച്ച് തുടങ്ങാം. ഇവിടെ ഷോൾഡറും കറക്റ്റ്, ആംഹോളും കറക്റ്റ് വെക്കണം. അത് ചെയ്തിട്ട് ഇവിടെ വരുമ്പോൾ ആംഹോൾ കറക്റ്റ് വെച്ച് കറക്റ്റ് ഇവിടെ മാർക്കുണ്ട്. ആംഹോളിൻ്റെ കട്ടുണ്ട് അവിടെ. അതിൽ കൂടെ ഇനി പോരുക. തുണി തിരിച്ചിട്ട് ഏത് സൈഡിലാണ് പോക്കറ്റ് കണ്ടുപിടിക്കുക. സൈഡിലാണ് പോക്കറ്റ് ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല, വൃത്തിക്കാ പോക്കറ്റ് വന്നേക്ക്. ഇവിടെ ആ പോക്കറ്റ് കണ്ടോ, ഇതാണ് പോക്കറ്റ്. നമുക്ക് ഇനി നല്ലതായിട്ട് അയൺ ചെയ്യണം. ഇല്ലെങ്കിൽ ഇതിൻ്റെ പുറത്ത് വേണേൽ ഒരു തയ്യൽ കൊടുക്കാം. ഞാൻ സാധാരണ നല്ലതായിട്ട് അയൺ ചെയ്ത് വെക്കത്തേ ഉള്ളൂ. ഇതിൻ്റെ പുറത്ത് തയ്യൽ കൊടുക്കും. പുറത്തെ തയ്യൽ ചിലപ്പം കാണാൻ പറ്റും. ഇല്ലെങ്കിലും ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുത്താലും നീറ്റായിരിക്കും. ഇതാ പോക്കറ്റ്. ഇനി നമുക്ക് സ്ലിറ്റ് തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ സ്ലിറ്റ് തയ്ക്കാൻ 1 ഇഞ്ച് മെറ്റീരിയലല്ല ഇട്ടേക്കുന്നത്, 1 ഇഞ്ച് തുണിയല്ല എടുത്തേക്കുന്നത്. ആ 1 ഇഞ്ച് തുണിയെ എടുത്ത് ഇങ്ങനെ ഒരു മടക്കിയിട്ട് ഒരു മടക്ക്, ആ 1 ഇഞ്ച് മാത്രം മതി മടക്കിയിട്ട് അതിനെ വീണ്ടും ഇങ്ങനെ ഒരു മടക്കൂടെ കൊടുത്ത് നമുക്ക് തയ്ച്ചു തുടങ്ങാം.
തയ്ച്ച് മേളിൽ നമ്മൾ ഈ സ്ലിറ്റിൻ്റെ അവിടെ വരുമ്പോൾ കുത്തി നിർത്തിയിട്ട് തിരിക്കണം. തിരിച്ചിട്ട് ഇപ്പം നമുക്ക് ഇങ്ങോട്ട് അതേപോലെ ഫോൾഡ് ചെയ്യാം. അതുപോലെ ഈ സൈഡ് ഈ സൈഡ് രണ്ട് സൈഡും തയ്ച്ച് കഴിഞ്ഞ് നമുക്കിപ്പോൾ താഴെ മടക്കി തയ്ക്കാമേ. എല്ലാം തയ്ച്ച് കഴിഞ്ഞ് നമുക്കിനി ഫസ്റ്റ് ടു ലാസ്റ്റ് ഒറ്റ ഒരടി ഫുള്ള് ഇവിടെ സ്ലിറ്റിൻ്റെ സ്റ്റാർട്ടിങ്ങിലിരുന്ന് താഴെ ഡ്രസ്സിൻ്റെ ചുവട്ടിലിരുന്ന് അങ്ങ് സ്ലിറ്റ് മുതൽ ഫുള്ളൊരു ഔട്ട്ലൈൻ പോലെ ഒരു തയ്യൽ. ഡ്രസ്സ് കഴിഞ്ഞു കണ്ടോ, എല്ലാം തയ്ച്ച് ഫിനിഷ് ആയിട്ടുണ്ട്. ഞാൻ ഇനി ഇതൊന്ന് ഹെമ്മിങ് ഒക്കെ ചെയ്ത് വൃത്തിയാക്കിയിട്ട് കാണിക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഇതുപോലെ തയ്ക്കാൻ പഠിക്കാം. ഓരോ വീഡിയോസും ഞാൻ പുതിയ പുതിയ ട്രിക്സൊക്കെ കാണിച്ച്, ഇപ്പോൾ കൈക്ക് ജോയിൻ ചെയ്യുന്നതിനകത്ത് കണ്ടായിരുന്നല്ലോ, കൈയുടെ ജോയിൻറ്റ് കണ്ടോ, എവിടെയെങ്കിലും കാണാനുണ്ടോ? ഒട്ടുമില്ല, ദേ ഇവിടെ മാത്രം ഇച്ചിരി ഉണ്ട്. അങ്ങനെ നമ്മൾ കയ്യിൽ ജോയിൻറ്റ് വെച്ചതാ, എവിടെയെങ്കിലും കാണാനുണ്ടോ? അങ്ങനെ ഓരോ ട്രിക്സും ഒക്കെ പറഞ്ഞു തന്ന് കടയിൽ എങ്ങനെയാണ് നമ്മൾ വലിയ വലിയ കടകളിൽ തയ്ക്കുന്നത്. ഞാൻ വലിയ കടയൊന്നും വെച്ചിരുന്ന ആളാണ്, അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഡിസൈനേഴ്സൊക്കെ വന്ന് ചെയ്യുന്നതെന്ന് അറിയാവുന്നതുകൊണ്ടും ഒക്കെയാണ് ഞാനിപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ നീറ്റായിട്ട് ഡ്രസ്സ് ചെയ്യാൻ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കാം. വീഡിയോസ് ഓരോന്നും നിങ്ങളെ വിടാതെ കാണണേ. അപ്പോൾ ഡ്രസ്സ് തയ്ച്ചത് എല്ലാവരും കണ്ടല്ലോ, ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും നല്ല നല്ല വീഡിയോസുമായിട്ട് ഇനിയും കാണാം. ഓക്കെ, ബൈ, സീ യു.